T20 ചാമ്പ്യന്മാരാണ്. ബാറ്റ് ചെയ്യാൻ അറിയത്തില്ല, ബോൾ ചെയ്യാൻ അറിയത്തില്ല, ക്യാച്ച് പിടിക്കാൻ അറിയത്തില്ല. ഇല്ല പമ്പരം കറങ്ങുന്ന പോലെ യു എന്ന് പറഞ്ഞുകൊണ്ട് ക്യാച്ച് എടുക്കാൻ പോകുന്നത്. നിന്നങ്ങ് കറങ്ങും ഒരു ക്യാച്ച് എടുക്കാൻ പോയിട്ട് 3 ക്യാച്ചാണ് കൊണ്ട് കളയുന്നത്. ടി വന്നാലും കോച്ചിങ് സ്റ്റാഫിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇന്ത്യയുടെ ഫീൽഡിംഗ് കോച്ച്. ഇതൊന്നും കണ്ട് മടുക്കാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ട്. ഇന്ത്യയുടെ ക്യാച്ചിങ് നോക്കുവാണെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഏറ്റവും മോശമായിട്ട് വരുമായിരുന്നു. T20 വേൾഡ് കപ്പിൽ മോശമായിരുന്നു, ഏഷ്യ കപ്പിൽ മോശമായിരുന്നു. അയർലൻഡ് സീരീസിൽ നോക്കുവാണെങ്കിൽ 2 ക്യാച്ച് കൊണ്ട് കളഞ്ഞു. അവിടെ നമ്മൾ നോക്കാൻ ഇടയായിത്തീർന്നു. ഇന്ന് നോക്കുവാണെങ്കിൽ ഹാരിക് ബ്രോക്കിന്റെ ക്യാച്ച് കൊണ്ട് കളഞ്ഞു. ഇന്ന് എന്തായാലും തോക്കും. ആ ക്യാച്ച് വിട്ടാലും വിട്ടില്ലെങ്കിൽ നമ്മൾ തോക്കും. ഇതാണ് ഇന്ത്യൻ ടീമിന്റെ അവസ്ഥ. T20 വേൾഡ് കപ്പ് ചാമ്പ്യന്മാർ നോക്കുവാണെങ്കിൽ വൈറ്റ് വാഷ് ആയി. 16 ദിവസത്തിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യ 6 കളി പരാജയപ്പെടുന്നു. 7 കളി പരാജയപ്പെട്ടു പോന്നെ. ഒരു കളി നോക്കുവാണെങ്കിൽ മഴ പെയ്തതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ 16 ദിവസത്തിനകത്ത് 7 കളി നമ്മൾ പരാജയപ്പെട്ടു പോന്നെ. വൈറ്റ് വാഷ് ആക്കി വിട്ടു. തൊലി ഊരി വിട്ടു എന്ന് പറഞ്ഞാൽ മതി. അതുപോലത്തെ അടിയല്ലേ അടിച്ചത്. ഇല്ല ദീപാവലിക്ക് ഇല്ല പടക്കം പൊട്ടുന്ന പോലെ ആയിരുന്നു. ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള അടി. ഫീൽഡർമാരിങ്ങനെ ആകാശത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ബോൾ പോകുന്നത്. 17 സിക്സ് അടിച്ചത്. 17 സിക്സ്. എന്നാ അടി അടിച്ചത്. ഒരു രക്ഷയില്ലാത്ത അടിയാണ് ഇന്ന് ഇന്ത്യയുടെ ബോളർമാരെ അടിച്ചത്. കണ്ണീന്ന് പൊന്നീച്ച പറക്കുന്ന രീതിയിലുള്ള അടി. ഹാരി ബ്രോക്കും ജോസ് ബട്ട്ലറും കൂടെ പറയുകയാണ് മേലില് ഈ ക്ലബ് ബോളർമാരുമായിട്ട് ഇംഗ്ലണ്ടിലോട്ട് കാല് കുത്തിയേക്കരുത്. ഇന്ന് അവര് എക്സ്പോസ് ചെയ്തു ഇന്ത്യയുടെ ബോളിങ്ങിനെ. ഇതുവരെ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ബോളിങ് ഇതുവരെ എത്ര എക്സ്പോസ് ആയിട്ടില്ലായിരുന്നു. കാരണം ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ബോളിങ് ഫീൽഡിങ് എല്ലാം പിന്നെ ഒന്നും കൂടെ എക്സ്പോസ് ആക്കി വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ. ആ നമ്പർ 1 റാങ്കിങ് ഉണ്ടല്ലോ, T20 നമ്പർ 1 റാങ്കിങ് ഉണ്ടല്ലോ, തിരിച്ചു തരാൻ പറഞ്ഞു. തിരിച്ച് ഇംഗ്ലണ്ട് വാങ്ങിച്ചെടുത്തു. 1605 ദിവസം 1605 ദിവസം നമ്മളായിരുന്നു T20 റാങ്കിങ്ങിൽ നമ്പർ 1 ടീം. അത് ഇംഗ്ലണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്തു. ഇംഗ്ലണ്ട് പറയും നിങ്ങൾ 5ാം സ്ഥാനത്ത് പോലും ഇരിക്കാൻ യോഗ്യതയില്ല. കറക്റ്റാണ്. ICC റാങ്കിങ്ങിനകത്ത് ഇന്ത്യ നോക്കുകയാണെങ്കിൽ 10ാം സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യതയുണ്ടോ? അയർലൻഡിനോട് തോക്കുന്ന ഒരു ടീം, ഇംഗ്ലണ്ടിൽ പോയി വൈറ്റ് വാഷ് ആവുന്ന ഒരു ടീം, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇംഗ്ലണ്ടിനെതിരെ ഒരു സീരീസ് തോക്കുന്ന ഒരു ടീം, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇംഗ്ലണ്ടിനെതിരെ വൈറ്റ് വാഷ് ആവുന്ന ഒരു ടീമിന് ICC റാങ്കിങ്ങിൽ നമ്പർ 1 ഇരിക്കാൻ വേണ്ടി ഞാൻ പറയും നിങ്ങൾ T20 വേൾഡ് കപ്പിന്റെ ട്രോഫി കൊണ്ടിട്ട് ദുബായിൽ ICCയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെക്കണം. ഒരിക്കലും നിങ്ങൾ മുംബൈയിൽ വെക്കരുത്. നമുക്ക് ഒരു യോഗ്യതയില്ല ആ ട്രോഫി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി. ആ ട്രോഫി മുംബൈയിലെ ഷോക്കേസിൽ വെക്കാൻ വേണ്ടി നമുക്ക് ഒരു യോഗ്യതയില്ല. ഇതുപോലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയാണ് ഒറ്റ കളി ഒരു മാനം രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും ഒരു ജയം നേടാൻ ഇവർക്ക് അറിയത്തില്ലല്ലോ. എന്തുകൊണ്ടാണ് തോക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തരാൻ ഇവർക്ക് കഴിയുന്നില്ല. അപ്പോഴേ ഒരു കാര്യം ചെയ്യും. എന്തുകൊണ്ട് തോറ്റു എന്നൊരു ചോദ്യം വരുമ്പോഴത്തേന് പറയും സഞ്ജു സാംസൺ ആണ് തോൽവിയുടെ കാരണം, സഞ്ജു സാംസനെ പുറത്താക്കുക. ഇന്ന് നോക്കുവാണെങ്കിൽ വൈഭവ് സൂര്യവംശി അവൻ നോക്കുവാണെങ്കിൽ ബൗണ്ടറി ലൈനിൽ ഇരുന്ന് കരയുക. ആര് പറഞ്ഞു ഇപ്പോഴേ ഒരു ഏർലി കോൾ ആയിട്ട് വൈഭവ് സൂര്യവംശിയെ ഇംഗ്ലണ്ടിലോട്ട് കൊണ്ടുപോകാൻ ആര് പറഞ്ഞു? അയർലൻഡിലും സിംബാബ്വേയിലും അവന് മത്സരം കൊടുത്തിട്ട് അവന്റെ ടാലന്റ് മനസ്സിലാക്കിയിട്ട് അവന്റെ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് അവനെ ബിൽഡ് ചെയ്തെടുക്കാനുള്ളതിന് അവനെ നേരെ ചേട്ടന്മാരെയൊക്കെ ഒതുക്കിയിട്ട് അനിയനെ കൊണ്ടുവരിക. എന്തിനാ? പോസ്റ്റർ ബോയ് ആക്കാൻ വേണ്ടി. നിങ്ങൾ ഒരു പോസ്റ്റർ ബോയെ കൊണ്ടുവന്ന് നിങ്ങൾ എക്സ്പോസ് ആയി, ശുഭ്മൻ ഗില്ലിനെ. അത് കഴിഞ്ഞ് അടുത്ത പോസ്റ്റർ ബോയ്. നമുക്ക് അഡ്വർടൈസ്മെന്റ് ഒക്കെ വേണ്ടേ? സോണി നോക്കുവാണെങ്കിൽ ശ്രേയസ് അയ്യറിനെയും വൈഭവ് സൂര്യവംശിനെ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുമായിരുന്നു ആൾക്കാരെ കൂട്ടാൻ വേണ്ടി, പരസ്യം കൂട്ടാൻ വേണ്ടി. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു കളി 13, ഒരു കളി 14, ഒരു കളി 15. അവന്റെ വയസ്സിനൊത്ത ഒരു റൺസ് അവൻ എടുത്തു. എന്നിട്ടാണ് അവനെ പുറത്തേക്ക് പറഞ്ഞു വിട്ടു. അവന്റെ കോൺഫിഡൻസ് നോക്കുവാണെങ്കിൽ നശിപ്പിക്കുന്ന ഒരു ടീം സെലക്ഷൻ. എന്തുകൊണ്ടാണ് തോക്കുന്നതെന്ന് ചോദിച്ചാൽ ഓരോ പ്ലേയേഴ്സിനെ എടുത്ത് പുറത്തേക്ക് കളയുന്ന ഒരു ടീം. ഇന്ന് എന്തുകൊണ്ടാണ് സുന്ദറിനെ നിങ്ങൾ കളിപ്പിക്കാത്തത്? സുന്ദറിനെ കഴിഞ്ഞ കളി നിങ്ങൾ പ്ലേയിങ്ങിന് വേണ്ടി കൊണ്ടുവന്നു. ഇന്ന് എന്തിനാണ് നിങ്ങൾ പുറത്തേക്ക് കളയുന്നത്? നിങ്ങളുടെ ബെസ്റ്റ് പ്ലെയർ ആയതുകൊണ്ടല്ലേ നിങ്ങൾ ക്യാരി ചെയ്യുന്നത്, നിങ്ങൾ കൂടെ കൊണ്ടു നടക്കുന്നത്. ഒരു കളിയിൽ അടി കൊള്ളും, പുറത്തേക്ക് കളയും, അടുത്ത കളിയിൽ തിരിച്ച് ടീമിലേക്ക് കൊണ്ടുവരും. ഇത് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിഷനും ഇല്ല, ഒരു തോട്ട് പ്രോസസ്സും ഇല്ല. എന്താണ് നെക്സ്റ്റ് പ്ലാൻ എന്നില്ല. തോക്കുമ്പോഴത്തേനും ഓരോരുത്തരെ പിടിച്ച് വലിയാടാക്കും. എന്നിട്ട് ഗൗതം ഗംഭീർ നോക്കുവാണെങ്കിൽ പോയി ഒളിച്ചിരിക്കും, തള്ളിവിടും. രോഹിത് ശർമ്മ BGT തോറ്റത് രോഹിത് ശർമ്മ, BGT തോറ്റത് വിരാട് കോഹ്ലി. ടെസ്റ്റിൽ പറ്റത്തില്ല, എടുത്ത് പുറത്തേക്ക് കളാം. വിരാട് കോഹ്ലി നോക്കുവാണെങ്കിൽ ഇവന്റെ മുഖത്ത് പോലും നോക്കത്തില്ല, അവന്റെ പുറകെ നടക്കുകയാണ്. നമ്മുടെ അഭിമാനം രക്ഷിക്കണമെങ്കിൽ ആ ODIക്കകത്ത് അവന്മാർ രണ്ടുപേരും കളിക്കണം. അതുപോലെ തന്നെ ബുംറയും കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു പെർഫോമൻസ് ചെയ്താലേ നമ്മുടെ ടീം ഉള്ളൂ. നമ്മുടെ ബോളിംഗ് ബുംറ ഇല്ലെങ്കിൽ ഇതേ ഉള്ളൂ. 257 റൺസ് വഴങ്ങുന്ന ഒരു ടീമാണ് നമ്മുടെ ടീം. അക്ഷർ പട്ടേലും പ്രിൻസ് യാദവും കൂടെ ചേർന്ന് ഇന്നും കൊടുത്തത് 123 റൺസാണ്. 123 റൺസ് 8 ഓവറിൽ കൊടുക്കുക. 123 റൺസ്. ഇതാണ് നമ്മുടെ ടീം. എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സോൾവ് ചെയ്യാൻ വേണ്ടി ഇവരെ കൊണ്ട് കഴിയുന്നുണ്ടോ? കോച്ചിന് അറിയത്തില്ല എന്തുകൊണ്ട് തോറ്റു, ക്യാപ്റ്റൻ അറിയത്തില്ല എന്തുകൊണ്ട് തോറ്റു, സെലക്ടർമാർക്ക് അറിയത്തില്ല എന്തുകൊണ്ട് തോറ്റു എന്ന്. ഒരു ഉദാഹരണം പറയുവാണെങ്കിലേ, വരുൺ ചക്രവർത്തി റൂൾ ഔട്ടായി, ഇഞ്ചുറിയാണ്, റൂൾ ഔട്ടായി. കുൽദീപ് യാദവ് നോക്കുവാണെങ്കിൽ ODI സീരീസ് കളിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിലുണ്ട്. കഴിഞ്ഞ കളിയും ഈ കളിയും കുൽദീപ് യാദവിനെ ഒന്ന് പരീക്ഷിച്ചുകൂടായിരുന്നു നമുക്ക്? നമ്മുടെ ടീമിനൊപ്പം വിളിച്ചു ചേർത്തുകൂടായിരുന്നു? അവിടെ തന്നെ മനസ്സിലാവും നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് എത്രമാത്രം വീക്കാണെന്ന്.
നിങ്ങൾക്ക് ഇതൊന്നും വർക്ക് ആവത്തില്ല. നിങ്ങൾക്ക് ചുമ്മാതെ പ്ലേയേഴ്സിനെ ഉണ്ടാക്കാൻ അറിയത്തില്ല. ഉള്ള പ്ലേയേഴ്സിന്റെ കോൺഫിഡൻസ് കളയാൻ അറിയാവുന്ന ഒരു കോച്ചും ടീം സെലക്ഷനുമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കുൽദീപ് യാദവ് ജയിപ്പിക്കുകയോ തോൽപ്പിക്കുകയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അക്ഷർ പട്ടേൽ വാങ്ങിക്കുന്ന അടി കണ്ടില്ലേ? IPL തൊട്ട് നോക്കുവാണെങ്കിൽ അക്ഷർ പട്ടേൽ മോശമായിട്ട് വരുവാണ്. ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു, ഡൽഹിയുടെ ക്യാപ്റ്റൻ ആയിരുന്നു. ഇന്ന് വാങ്ങിച്ച അടി കണ്ടോ? 25 റൺസൊക്കെ ഒരു ഓവറിൽ കൊടുക്കുന്നത്. നമുക്ക് കുൽദീപിനെ ഒന്ന് പരീക്ഷിച്ചുകൂടായിരുന്നു? ഒരു സ്പിന്നർ ഉണ്ടായിരുന്നു നമുക്ക് ബെറ്റർ ആയിട്ടുള്ളത്. ആദിൽ റാഷിദ് ബോൾ ചെയ്യുന്നതല്ല, വിൽ ജാക്ക് ബോൾ ചെയ്യുന്നതല്ല. അവർ ബോൾ നോക്കുവാണെങ്കിൽ ടേൺ ചെയ്യിപ്പിക്കും. നമ്മുടെ ബോളർമാരെ ആകാശത്തോട് നോക്കിക്കൊണ്ട് നിൽക്കുക, സിക്സും പോകുന്നത് കണ്ടുകൊണ്ട്. അതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല നല്ല പ്ലേയേഴ്സ് ഏതാണ്, മോശം പ്ലേയേഴ്സ് ഏതാണെന്ന്. നമ്മുടെ പ്ലേയിങ് ഇലവൺ നോക്കുവാണെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഈ ലാസ്റ്റ് 7 കളി നോക്കുവാണെങ്കിൽ 7 പ്ലേയിങ് ഇലവനാണ് നമ്മൾ ഇറക്കിയത്. ഓരോ കളിയിൽ ഓരോ പ്ലേയേഴ്സിനെ നമ്മളിങ്ങനെ മാറ്റി മാറ്റി പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇനി ഇന്നത്തെ കളിയിലോട്ട് വരുവാണെങ്കിൽ ജോസ് ബട്ട്ലറും ഹാരി ബ്രോക്കും കൂടെ ചേർന്ന് ഇന്ത്യൻ ടീമിന്റെ തൊലി ഉരിഞ്ഞു എന്നുള്ളതാണ്. തൊലി ഉരിഞ്ഞു. 233 റൺസിന്റെ പാർട്ണർഷിപ്പാണ്. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 200 റൺസിന്റെ ഒരു പാർട്ണർഷിപ്പ് കണ്ടെത്തുന്ന ഒരു പ്ലെയർ ഇന്ത്യക്കെതിരെ. 233 റൺസ് ചരിത്രത്തിൽ ആദ്യമായിട്ട്. കേവലം 7 കളിയേ ആയിട്ടുള്ളൂ. ശ്രേയസ് അയ്യർ നോക്കുവാണെങ്കിൽ 2 പ്രാവശ്യം നോക്കുവാണെങ്കിൽ 200 റൺസ് വഴങ്ങി. 2 പ്രാവശ്യം കേവലം 7 കളികളിൽ നിന്നായിട്ട്. സൂര്യകുമാർ യാദവ് നോക്കുവാണെങ്കിൽ ഇതുവരെ 3 പ്രാവശ്യമാണ് 200 റൺസ് വഴങ്ങിയിട്ടുള്ളത്. ഇനി എത്രയോ കളികൾ വരാനിരിപ്പുണ്ട്. ജോസ് ബട്ട്ലർ നോക്കുവാണെങ്കിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു T20 ഫോർമാറ്റിനകത്ത്. 2021 ശേഷം നോക്കുവാണെങ്കിൽ ജോസ് ബട്ട്ലറിനെ കൊണ്ട് 2ാമത്തെ സെഞ്ചുറി എടുപ്പിച്ചു. അവസാനമായിട്ട് എടുത്ത് 2021 T20 വേൾഡ് കപ്പിനകത്തായിരുന്നു, ദുബായിൽ വെച്ച് നടന്നത്. ഇന്ന് നോക്കുവാണെങ്കിൽ ഈ ഒരു ബോളിംഗ് ലൈനപ്പിനെ കണ്ട ആരാ സെഞ്ചുറി എടുക്കാത്തത്? എന്തോ ഭാഗ്യത്തിന് ഡബിൾ സെഞ്ചുറി എടുത്തില്ല എന്നും ഉള്ളത് മാത്രമേ ഉള്ളൂ. അത്രമാത്രം ദയനീയമായിട്ടുള്ള ഒരു ബോളിംഗ്. ഹാരി ബ്രോക്ക് വന്ന് തല്ലി തകർത്തു. സ്കൂപ്പ് ഷോട്ട് അടിക്കുന്നു, ലാബ് ഷോട്ട് അടിക്കുന്നു, റിവേഴ്സ് സ്വീപ്പ് അടിക്കുന്നു, മിഡ് വിക്കറ്റ് മണ്ടേ കൂടെ അടിക്കുന്നു, എക്സ്ട്രാ കവറിന്റെ മണ്ടേ കൂടെ അടിക്കുന്നു. എല്ലാ ഷോട്ടും നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ബോളർമാർക്കെതിരെ പരീക്ഷിച്ച് കളഞ്ഞു വരും. തല്ലി തകർത്ത് കളഞ്ഞു. ഇനി മേലിൽ ഇംഗ്ലണ്ടിൽ കണ്ടുപോകലെന്നുള്ള രീതിയിലുള്ള ഒരു പ്രകടനമല്ലേ ഇവർ വന്ന് കാഴ്ചവെച്ചത്. ഇന്ത്യക്കെതിരെ ഒരു ടീം എടുക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോർ 257 റൺസ്. ഇതിനു മുമ്പ് നോക്കുവാണെങ്കിലും അത് ഇംഗ്ലണ്ട് തന്നെ എടുത്തത്. കഴിഞ്ഞ സെമി ഫൈനലിനകത്ത് ലാസ്റ്റ് നടന്ന 246 റൺസ് എടുത്തായിരുന്നു ഇന്ത്യയിൽ വെച്ച് നടന്ന സെമി ഫൈനലിനകത്ത്. ഇന്ന് നോക്കുവാണെങ്കിൽ അവർ 257 റൺസ് അവരുടെ കണ്ടീഷനകത്ത് എടുക്കുന്നു. എങ്ങനെയാണോ ഇന്ത്യ കളിച്ചു വന്നത് അതുപോലെ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഇംഗ്ലണ്ട് കളിക്കുന്നു. ഇംഗ്ലണ്ടിന് തോറ്റു വന്ന ഒരു ടീമാണ്. മക്കലത്തിന്റെ കോച്ചിങ് നോക്കുവാണെങ്കിൽ തുലാസിലാണ്. അവർ ന്യൂസിലാൻഡിനെതിരെ സീരീസ് തോറ്റിട്ട് വന്നൊരു ടീമാണ്. അവർ വന്ന് പ്രകടനം കാഴ്ചവെക്കുന്ന കണ്ടില്ലേ? എങ്ങനെയാണോ ഇന്ത്യ T20 കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ വന്നിട്ട് അവർ കളിക്കുന്നു. അവർ പേസ് ബോളിനെതിരെ ബെറ്റർ ആയിട്ട് കളിക്കുന്നു, അവർ സ്പിൻ ബോളിനെതിരെ ബെറ്റർ ആയിട്ട് കളിക്കുന്നു. മിഡിൽ ഓവറിനകത്ത് ഇന്ത്യൻ സ്പിന്നർമാരെ തച്ച് തരിപ്പണമാക്കുന്നു, പേസ് ബോളർമാരെ തച്ച് തരിപ്പണമാക്കുന്നു. ഇന്ത്യ ഒരു കാലത്ത് കളിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു. പവർ പ്ലേ യൂട്ടിലൈസ് ചെയ്യും, അതുപോലെ തന്നെ മിഡിൽ ഓർഡറിനകത്ത് വന്നിട്ട് സ്പിന്നർമാരെ അറ്റാക്ക് ചെയ്ത് കളിക്കും. ഇപ്പോൾ നോക്കുവാണെങ്കിൽ അവർ ആ ഒരു കളി ഏറ്റെടുത്തു. ഇനി ഇന്നത്തെ കളിയിലോട്ട് പോകുകയാണെങ്കിൽ ടോസ് ശ്രേയസ് അയ്യറിന് കിട്ടുന്നുണ്ട്, പക്ഷേ മാച്ച് കിട്ടുന്നില്ല. ടോസ് എല്ലാ കളി നോക്കുവാണെങ്കിൽ ശ്രേയസ് അയ്യർ തന്നെ ജയിച്ചത്, പക്ഷേ മാച്ച് നോക്കുവാണെങ്കിൽ ശ്രേയസ് അയ്യർ ജയിക്കുന്നില്ല. ഇനി ഇന്ത്യയുടെ ബോളിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ ലാസ്റ്റ് 10 ഓവറിനകത്ത് 5 ഓവറിനകത്ത് 20 റൺസിന് മേളിൽ ഇന്ത്യയുടെ ബോളർമാർ വഴങ്ങി. T20ക്കകത്ത് ഒരു ഓവറിനകത്ത് 20 റൺസ് വഴങ്ങി കഴിഞ്ഞാൽ കളി കൈവിട്ടു പോകുന്നുള്ളത് ക്യാപ്റ്റൻ അറിയത്തില്ലായിരുന്നു. 5 ഓവറിനകത്ത് 20+ റൺസ് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ബോളർമാർ വഴങ്ങുവാണ്. അക്ഷർ പട്ടേൽ 10ാമത്തെ ഓവറിൽ 25 റൺസ് വഴങ്ങുന്നു. 14ാമത്തെ ഓവറിൽ ഷെഡ്ഗെ 24 റൺസ് വഴങ്ങുന്നു. 15ാമത്തെ ഓവറിൽ 21 റൺസ് വഴങ്ങുന്നു പ്രിൻസ് യാദവ്. 16ാമത്തെ ഓവറിൽ അക്ഷർ പട്ടേൽ പിന്നെയും 20 റൺസ് വഴങ്ങുന്നു. 19ാമത്തെ ഓവറിൽ ശിവൻ ദുബെ നോക്കുവാണെങ്കിൽ 22 റൺസ് വഴങ്ങുന്നു. അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു ബോളിങ്ങും അതുപോലെ അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു ക്യാപ്റ്റൻസി ആയിരുന്നു ശ്രേയസ് അയ്യറിന്റെ. ശ്രേയസ് അയ്യറിനെ ഒരുപാട് ബാക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഇന്നത്തെ ക്യാപ്റ്റൻസി നോക്കുവാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു ബോളിംഗ് റൊട്ടേഷൻ ആയിരുന്നു ഇന്ന് ശ്രേയസ് അയ്യർ കാഴ്ചവെച്ചത്. IPL ആ ഒരു ക്യാപ്റ്റൻസി ഒക്കെ എവിടെ പോയി ശ്രേയസ് അയ്യരെ? ഇന്ന് നോക്കുവാണെങ്കിൽ സുയാൻ ഷെഡ്ഗെ നോക്കുവാണെങ്കിൽ 8ാമത്തെ ഓവറിനകത്ത് 3 റൺസ് വഴങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഓവർ അക്ഷർ പട്ടേലിന് കൊണ്ട് കൊടുത്തിട്ട് 25 റൺസ് വഴങ്ങുന്നു. അതായത് നല്ല രീതിയിൽ ബോൾ ചെയ്തു ഷെഡ്ഗെ നോക്കുവാണെങ്കിൽ ആദ്യത്തെ 2 ഓവർ. അവസാനത്തെ ഓവറാണ് നോക്കുവാണെങ്കിൽ ഷെഡ്ഗെ അടിയുണ്ടത്. എന്നാൽ ആദ്യത്തെ ഓവർ 3 റൺസ് കൊടുത്ത സുയാൻ ഷെഡ്ഗയുടെ ഓവറിൽ നിന്ന് മാറ്റിയിട്ട് 2ാമത്തെ ഓവർ അക്ഷർ പട്ടേലിന് കൊടുത്തിട്ട് റൺസ് വഴങ്ങുന്നു. ഇന്ത്യയുടെ മെയിൻ ബോളറായ അർഷ്ദീപ് സിംഗിനെ നോക്കുവാണെങ്കിൽ 17ാമത്തെ ഓവറിനകത്ത് ലാസ്റ്റ് ഓവർ കൊണ്ട് കൊടുത്തിട്ട് ശിവൻ ദുബയെ കൂട്ടുള്ളൊരു ബോളറിനെ 19ാമത്തെ ഓവർ എറിയാൻ കൊടുക്കുക, 22 റൺസ് വഴങ്ങും. ആ ഓവർ 2 വിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 8 വിക്കറ്റോളം കിടപ്പുണ്ട് ഇംഗ്ലണ്ടിന്. അവർ അവിടെ അടിക്കാനേ ശ്രമിക്കത്തുള്ളൂ. അവർ നോക്കുവാണെങ്കിൽ ആ ഓവറിനെ അടിച്ച് തരിപ്പണമാക്കി കളഞ്ഞു. ഹാർദിക് പാണ്ഡ്യയ്ക്ക് പോലും നോക്കുവാണെങ്കിൽ ഡെത്ത് ഓവർ കൊടുക്കാറില്ല. ശിവൻ ദുബൈക്ക് നോക്കുവാണെങ്കിൽ ഡെത്ത് ഓവർ കൊടുത്തു. എന്തൊരു ക്യാപ്റ്റൻസിയാണ്! ഇന്ത്യയുടെ മെയിൻ ബോളർമാരെയൊക്കെ നോക്കുവാണെങ്കിൽ എറിയിപ്പിച്ച് കളഞ്ഞു.
ബോളിംഗ് റൊട്ടേഷൻ നോക്കുവാണെങ്കിൽ വളരെ വളരെ മോശമായിട്ട് വരുവാണ് ശ്രേയസ് അയ്യർ. എന്തുകൊണ്ട് ഒരു പാർട്ട് ടൈം ബോളറെ ഉപയോഗിച്ചില്ല? തിലക് വർമ്മയോ അഭിഷേക് ശർമ്മയോ എന്തുകൊണ്ട് ഒരു ഓവർ എറിയിപ്പിച്ചില്ല? എന്തുകൊണ്ട് ഇന്ത്യയുടെ മെയിൻ ബോളർമാരെ അവസാന ഓവറിലേക്ക് ഇട്ടില്ല? ബോളർമാരുടെ കോൺഫിഡൻസ് കളഞ്ഞ് ബോളർമാരെ കൊണ്ട് അടി വാങ്ങിച്ച് കൂട്ടുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ച ശ്രേയസ് അയ്യർ. എന്നാൽ ബോളർമാരത്ത് പോയി ഏത് ലൈനിലാണ് ബോൾ ചെയ്യേണ്ടതെങ്കിലും പറ, അതുപോലും പറയുന്നില്ല. ഇന്ന് നോക്കുവാണെങ്കിൽ സഞ്ജു സാംസൺ ചെന്നിട്ട് പ്രിൻസ് യാദവിൻ്റെ അടുത്ത് പറയുന്നത് കേട്ടു, നീ ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ വൈഡ് യോക്കർ എറിയാൻ പറയുന്നത് കേട്ടു. അതുപോലെ പ്രിൻസ് യാദവ് വന്നിട്ട് വൈഡ് യോക്കർ എറിഞ്ഞു, കേവലം 2 റൺസാണ് അത് കഴിഞ്ഞിട്ട് കൊടുത്തത്. വൈഡ് യോക്കർ എറിയുന്നതായിട്ട് കണ്ടു. ശ്രേയസ് അയ്യർ നോക്കുവാണെങ്കിൽ ബോളർമാരുമായിട്ട് ഇന്ററാക്ട് പോലും ചെയ്യാൻ കഴിയുന്നില്ല. മേ ബി ഈ വലിയ പരാജയങ്ങളായിരിക്കും, മെന്റലി ഡൗൺ ആയിരിക്കും ശ്രേയസ് അയ്യർ. നോക്കുവാണെങ്കിൽ ഒരു ലെഗ് ബിഫോർ ഉണ്ടായിരുന്നു 17ാമത്തെ ഓവറിൽ, ഔട്ടല്ല, മിസ്സിംഗ് ആണ്. സഞ്ജു സാംസൺ പറയാൻ റിവ്യൂ എടുക്ക്, മാച്ച് ഒന്ന് സ്ലോ ആക്കാൻ. സഞ്ജു സാംസന്റെ വാക്ക് കേട്ടോണ്ട് റിവ്യൂ എടുത്തു, അവിടെ മാച്ച് നോക്കുകയാണെങ്കിൽ അല്പം സ്ലോ ആക്കി. സോ സഞ്ജു സാംസനെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കാനല്ല പറയുന്നത്, ക്യാപ്റ്റൻസിയിലും കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെന്റ് ശ്രേയസ് അയ്യർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു തുടക്കക്കാരനായിരിക്കും, ഇമ്പ്രൂവ് ചെയ്യുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ വളരെ ഡിസപ്പോയിന്റഡ് ആയിരുന്നു ഇന്നത്തെ ബോളിംഗ് റൊട്ടേഷൻ. ഇന്നത്തെ മാത്രമല്ല, ഇതിന് മുമ്പുള്ള ബോളിംഗ് റൊട്ടേഷൻ നോക്കുകയാണെങ്കിൽ വളരെ ദയനീയമായിട്ടുള്ള ഒരു ബോളിംഗ് റൊട്ടേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഫീൽഡിങ്ങിലോട്ട് വരുവാണെങ്കിൽ 3 ക്യാച്ചാണ് കൊണ്ട് കളഞ്ഞു, 3 ക്യാച്ച്. ശിവൻ ദുബെ നോക്കുകയാണെങ്കിൽ പമ്പരം പോലെ കിടന്ന് കറങ്ങുക ബോൾ എവിടാന്ന് അറിയാതെ. ആര്യ ബ്രോക്കിന് 5 റൺസ് കിട്ടിപ്പോയതാ. ചിലപ്പോൾ ഈ റൺസ് ഒന്ന് കുറഞ്ഞു പോയാനെ, മേ ബി ഇന്ത്യക്ക് ചിലപ്പോൾ ജയിക്കാൻ കഴിഞ്ഞാൽ ആര്യ ബ്രോക്കിന്റെ വിക്കറ്റ് കിട്ടിയിരുന്നെങ്കിൽ. അതുകൊണ്ട് കളഞ്ഞു. ഇഷാൻ കിഷൻ ഒരു വിക്കറ്റ് കീപ്പറാണ്, കൊണ്ട് ബൗണ്ടറി കൊണ്ടിട്ടേക്കുക. ഇതാ അവസ്ഥ. ഇഷാൻ കിഷൻ കൊണ്ട് ക്യാച്ച് കളയുന്നു. സുയാൻ ഷെഡ്ഗെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫീൽഡറൊക്കെ തന്നെയാണ്, ഇന്ന് അവരും കൊണ്ട് ക്യാച്ച് കളയുന്നു. 18 റൺസാണ് എക്സ്ട്രാ കൊണ്ട് കൊടുത്തത്. 15 വൈഡ് എറിഞ്ഞു ഇന്ത്യയുടെ ബോളർമാർ, 15 വൈഡ്. ലെഗ് സൈഡിൽ ഫീൽഡ് പ്ലേസ്മെന്റ് ചെയ്യും, ഓഫ് സൈഡിൽ ബോൾ ഇട്ട് കൊടുക്കും. ഓഫ് സൈഡിൽ ഫീൽഡ് പ്ലേസ്മെന്റ് ചെയ്യും, ലെഗ് സൈഡിൽ ഇട്ട് കൊടുക്കും ഇന്ത്യയുടെ ബോളർമാർ. ഈ ഒരു ബോളർമാരെ വെച്ചിട്ടാണോ ഇന്ത്യ T20 വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നത്? ഒരു അർഷ്ദീപ് സിംഗിനെ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആരുണ്ട്? പ്രിൻസ് യാദവ് നോക്കുവാണെങ്കിൽ ഇന്ന് നല്ല രീതിയിൽ അടിയുണ്ട്. അവർ നിക്ക് ബാക്ക് എറിയാൻ ശ്രമിക്കുന്നു, ലെഗ് സൈഡിലാണ് ബോൾ മൊത്തം വന്ന് വീഴുന്നത്. ഒരു ലൈൻ നോക്കുവാണെങ്കിൽ കറക്റ്റേ അല്ലായിരുന്നു. അവർ നോക്കുകയാണെങ്കിൽ ഫ്ലിക്ക് ചെയ്ത് ബൗണ്ടറി കണ്ടെത്തി ലെഗ് സൈഡിൽ കൂടുതലായിട്ട്. ഒരു ബുംറ അങ്ങോട്ട് മാറിയപ്പോഴത്തേനും, ഒരു ഹാർദിക് പാണ്ഡ്യ അങ്ങോട്ട് മാറിയപ്പോഴത്തേനും ബോളിംഗിൽ ഇന്ത്യയുടെ ബോളിംഗ് ലൈനപ്പ് നോക്കുകയാണെങ്കിൽ എക്സ്പോസ് ആവുന്നു. ഈ ഒരു ബോളിംഗ് ലൈനപ്പായിട്ട് എങ്ങനെ ജയിക്കാൻ കഴിയും? ഇതിലും മോശം ബോളിംഗ് ലൈനപ്പാ സിംബാബ്വേയിലോട്ട് പോകുന്നത്. യാഷ് താക്കൂറിനെ അടക്കം എടുത്ത് ടീമിനകത്ത് ഇട്ടേക്കുക. മയങ്ക് യാദവ് IPL-നകത്ത് കിടന്ന് അടി കൊണ്ട ഒരു ബോളർ, ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള ഒരു ബോളറെ എടുത്തിട്ടേക്കുക സിംബാബ്വെ. ഇതാണ് ഇവരുടെ ത്രോട്ട് പ്രോസസ്. ഭുവനേഷ് കുമാറിനെ എടുക്കത്തില്ല, റസിക് സലാമിനെ എടുക്കത്തില്ല. RCB പ്ലേയേഴ്സിനെ ഇഷ്ടമല്ല, പക്ഷേ ഇംഗ്ലണ്ട് പറയുന്ന RCB പ്ലേയേഴ്സ് മതി. അവർ നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി സൗണ്ട് ആണ്. ഫിലിപ്പ് സാൾട്ട്, ജേക്കബ് ബദേൽ, RCB പ്ലേയേഴ്സിനെ അവർ കളിപ്പിക്കുന്നത്. നമ്മൾ ഇന്ത്യൻ ടീം എടുക്കത്തില്ല RCB പ്ലേയേഴ്സിനെ. അയ്യോ ആണ്. ഇതിപ്പോൾ 1-2 പേരെ മാത്രം ബ്ലെയിം ചെയ്താൽ തീരാവുന്നതല്ല. ഒരുപാട് നോക്കുവാണെങ്കിൽ ഈ ടീമിനകത്ത് പ്രശ്നമുണ്ട്. മോർണി മോർക്കിൾ ഇന്ത്യയുടെ ബോളിംഗ് കോച്ചാണ്. 2 വർഷമായിട്ട് ഈ ടീമിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഒരു പ്രശസ്ത് കൃഷ്ണയെ പോലും ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്നില്ല, ഒരു പുതിയ ബോളറെ കൊണ്ടുവരാൻ കഴിയുന്നില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മോർണി മോർക്കിൾ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ കഴിയുന്നത്? നമ്മൾ ടെസ്റ്റ് സീരീസ് തോറ്റില്ലേ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ? ന്യൂസിലാൻഡിനെതിരെ ODI സീരീസ് തോറ്റില്ലേ? അയർലാൻഡിനെതിരെ തോറ്റില്ലേ? ഇംഗ്ലണ്ടിനെതിരെ തോറ്റില്ലേ? എന്തിന്റെ അടിസ്ഥാനത്തിൽ തൂങ്ങിക്കിടക്കും മോർണി മോർക്കിൾ എന്ന് പറയുന്ന ഇന്ത്യയുടെ ബോളിംഗ് കോച്ച്? ബുംറ മോർണി മോർക്കിളിന്റെ കീഴിൽ അല്ലല്ലോ വളർന്നു വന്നത്. സോ മോർണി മോർക്കിൾ എന്ന് പറഞ്ഞ ഒരു കോച്ചിങ് സ്റ്റാഫിന്റെ മേളിൽ ചോദ്യം ഉയരണം. അതുപോലെ ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ച് സിതാൻഷു കോട്ടക് ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ചാണ്. ബാറ്റ്സ്മാൻമാർക്ക് നോക്കുവാണെങ്കിൽ സ്കില്ലില്ല. തിലക് വർമ്മയ്ക്ക് സ്പിന്നിനെതിരെ കളിക്കാൻ അറിയുന്നില്ല. വൈഭവ് സൂര്യവംശിയും അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും ഷോർട്ട് പിച്ച് ബോളിനകത്ത് ഔട്ടായി കയറി പോകുന്നു. സഞ്ജു സാംസൺ ഫുഡ് വർക്കിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ആര് ശരിയാക്കി കൊടുക്കും? ഇവരുടെ ജോലി എന്താണ്? ഇതൊക്കെ ശരിയാക്കി കൊടുക്കലല്ലേ ഇവരുടെ ജോലി? അതിന് ഇവർക്ക് കഴിയുന്നില്ലെങ്കിൽ ഇവരെന്തിന്റെ അടിസ്ഥാനത്തിൽ ടീമിന്റെ ഭാഗമായിട്ട് നിലനിൽക്കാൻ കഴിയും? ദിലീപ് നോക്കുവാണെങ്കിൽ ഞാൻ കേട്ടു സ്ഥാനം ഒഴിഞ്ഞു എന്ന് കേട്ടു ഫീൽഡിങ്ങിന്റെ. ബെറ്റർ ആയിട്ടുള്ള തീരുമാനം. ദിലീപിന്റെ കീഴിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യ അത്ര ബെറ്റർ അല്ല. ഏഷ്യ കപ്പിനകത്ത് ഇന്ത്യയുടെ മോശമായിരുന്നു ഫീൽഡിങ്. T20 വേൾഡ് കപ്പിനകത്ത് മോശമായിരുന്നു. ഈ സീരീസിനകത്ത് മോശമായിരുന്നു. അയർലൻഡ് സീരീസിനകത്ത് മോശമായിരുന്നു. ത്രൂ ഔട്ട് നോക്കുവാണെങ്കിൽ ദിലീപിന്റെ കീഴിൽ നോക്കുവാണെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫീൽഡിങ്ങിനകത്ത്. അതുകൊണ്ട് ഗൗതം ഗംഭീറിന്റെ റോൾ എന്താണ്? ഗൗതം ഗംഭീറിന്റെ ഉത്തരവാദിത്വം ഒരു മെന്ററാണ്. മെന്റർ ചെയ്യുന്നുണ്ട് റോള്. ഗൗതം ഗംഭീർ ചെയ്യുന്ന റോൾ എന്താണ്? പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ടാക്കുന്നതാണ് ഹെഡ് കോച്ചിന്റെ റോള്. ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ ഹെഡ് കോച്ചിന്റെ റോള്? നോക്കുവാണെങ്കിൽ മക്കളെ അവിടെ ഇരുന്ന് വാക്കി ടോക്കി എടുത്തിട്ട് ഡയറക്ഷൻ ചെയ്യുന്നു. ഇതവിടെ ഒരു ബോളും എടുത്തോണ്ട് അയ്യോ ആരെങ്കിലും ഒന്ന് ജയിപ്പിക്കടാ സഞ്ജു, നിന്നെ കൊണ്ട് പറ്റൂ, അഭിഷേക് ശർമ്മ നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് തലയും താഴ്ത്തി ഇരിക്കുക. ഒരു പ്ലാൻ ഇല്ല, ഒരു സ്ട്രാറ്റജി ഇല്ല, ഒന്നുമില്ല. ഇന്ത്യയുടെ ഹെഡ് കോച്ച് ആവണം. വിരാട് കോഹ്ലിയെ ചവിട്ടി പുറത്താക്കണം, രോഹിത് ശർമ്മയെ ചവിട്ടി പുറത്താക്കണം, വൈഭവ് സൂര്യവംശിയെ ടീമിലോട്ട് കൊണ്ടുവരണം, ചവിട്ടി പുറത്താക്കണം, സഞ്ജു സാംസനെ ചവിട്ടി പുറത്താക്കണം, എൻ്റെ കസേര എങ്ങനെയെങ്കിലുമൊക്കെ സേവ് ചെയ്യണം, ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ തെറി പറയണം. ഇതൊക്കെയാണ് ഗൗതം ഗംഭീർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാണംകെട്ട ഒരു സീരീസ് നമ്മൾ കണ്ടിട്ടുണ്ടോ?
ഞാൻ വിചാരിച്ചു ഗ്രേറ്റ് ചാപ്പലാണ് ഏറ്റവും മോശമായിട്ടുള്ളൊരു കോച്ചെന്ന്. പക്ഷെ അതിലും മോശമായിട്ടുള്ളൊരു കോച്ചാണ് ഗൗതം ഗംഭീർ. എങ്ങനെയോ ഭാഗ്യത്തിനില്ല ചക്ക വീണ് മുയലെത്തുമെന്ന് പറയുന്ന പോലെ 2 ICC ട്രോഫി കിട്ടി. അതിൽ ഇവന്റെ റോൾ എന്താണ്? ഒരു റോളും ഇല്ല. ഇനി ഇന്ത്യയുടെ ബാറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ നോക്കുവാണെങ്കിൽ സഞ്ജു സാംസന് പ്രൂവ് ചെയ്യേണ്ട ഒരു അവസരമായിരുന്നു. ഒരു ചെറിയൊരു ക്യാമിയോ ഇന്നിങ്സ് കാഴ്ചവെച്ചു. ഈ ഒരു ക്യാമിയോ ഇന്നിങ്സ് മതിയോ സഞ്ജു സാംസനെ അടുത്ത സെലക്ഷനകത്ത് ഉൾപ്പെടുത്താൻ? ഇഷാൻ കിഷൻ നോക്കുവാണെങ്കിൽ ഇന്ന് ടീമിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചു. ടീമിന് ജയിക്കാൻ കഴിഞ്ഞില്ല. റൺ റേറ്റ് നോക്കുവാണെങ്കിൽ 15-ന് മേളിൽ പൊയ്ക്കൊണ്ടേയിരുന്നു. അതിനെ ഒട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ആ ഒരു പെർഫോമൻസിന് കഴിഞ്ഞില്ല. തിലകോർമയും വന്നിട്ട് ടീമിൽ സ്ഥിരമാക്കാൻ വേണ്ടി ടീമിൽ ഒരു 5-6 സീരീസ് മുമ്പോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചു. ടീമിന് ജയിക്കാൻ കഴിഞ്ഞില്ല, ടീമിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. ആർക്കും ഇന്നത്തെ നോക്കുവാണെങ്കിൽ നമ്മുടെ ബാറ്റിംഗ് ലൈനപ്പ് ത്രൂ ഔട്ട് നോക്കുവാണെങ്കിൽ ആർക്കും ടീമിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് ഇൻഡിവിജ്വൽ പെർഫോമൻസ് പറയാം. ഇന്ത്യക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ ഒരു പെർഫോമൻസ് കൊണ്ട് എന്താണ് വാല്യൂ? ഇഷാൻ കിഷന്റെ പെർഫോമൻസ്, തിലക് വർമ്മയുടെ പെർഫോമൻസ്, സഞ്ജു സാംസന്റെ പ്രകടനം കൊണ്ട് എന്താണ് വാല്യൂ? റിസൾട്ട് നോക്കുവാണെങ്കിൽ ഇന്ത്യ തോറ്റു, ഇന്ത്യ വൈറ്റ് വാഷ് ആയി, ഇന്ത്യക്ക് സീരീസ് നഷ്ടപ്പെട്ടു, ICC റാങ്കിങ്ങിനകത്ത് ഇന്ത്യ തള്ളപ്പെട്ടു. എന്താണ് ഈ സീരീസ് കൊണ്ട് നിങ്ങൾ നേടിയത്? അഭിഷേക് ശർമ്മയെ നോക്കുവാണെങ്കിൽ ഒരു ഹാഫ് സെഞ്ചുറിയേ ഉള്ളൂ. പറയത്തക്ക ഒരു പ്രകടനം നോക്കുവാണെങ്കിൽ അഭിഷേക് ശർമ്മയുടെ ബാറ്റിൽ നിന്നും വന്നില്ല. സോ ത്രൂ ഔട്ട് നോക്കുവാണെങ്കിൽ ഈ ടീമിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ കിടപ്പുണ്ട്. പ്ലേയേഴ്സിന് ഒരുപാട് ചോദ്യങ്ങൾ കിടപ്പുണ്ട്. അടുത്ത 2028 T20 വേൾഡ് കപ്പിന് വേണ്ടി ഈ ടീം സജ്ജമാവുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ഉള്ള ദിവസങ്ങൾ നമുക്ക് കിട്ടട്ടെ.